ഹലോ, ഇന്ന് നമുക്കില്ലേ ചെറിയ ചെമ്മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഈ നൈറ്റിൽ ഒരു ചട്ടി ചൂടാക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മുളകിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. വലിയ ഉള്ളി എടുക്കരുത്. അപ്പോൾ വലിയ ഉള്ളി ഇട്ടാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് അടിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന ഈ ഒരു കയ്യിലുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു പൊടിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറട്ടെ. അങ്ങനെ ഇതാ 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. സാധാരണ പച്ചവെള്ളം ഒരു 1/4 കപ്പ് ഒഴിക്കുക. കൂടെ തന്നെ നമുക്കിതിലോട്ട് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ വലിയ ചെമ്മീനൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, ചെറിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ മുളകിട്ട് കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും എല്ലാം കൂടിയിട്ട്. അങ്ങനെ ചെമ്മീൻ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമുക്ക് ഉപ്പുണ്ടോ എല്ലാം നോക്കുക. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് എത്രയാണോ വറ്റിക്കേണ്ടത് ആ ഒരു രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വറ്റിച്ചെടുക്കുക. ചോറിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കറി വേണം. ചെറിയ ചെമ്മീനായാലും പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് മാത്രം മതി മൂടി വെച്ചിട്ട്. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു കുറുകൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതാവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളല്ലേ, നല്ല പൊളി ടേസ്റ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് നെയ്പ്പത്തിൻ്റെ കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.